ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുണ്ട്, മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത അവരുടേതായ ശരികൾ. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എങ്കിലും പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിൽ ഉണ്ടാവണം. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത്, വിരലുകളല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാക്കേണ്ടത്, ബന്ധങ്ങളെയല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടാവുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക. അവസരത്തിനായി കാത്തിരിക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. പുറമേ നിന്ന് വിലയിരുത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ എന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. തന്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്ത് നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കണ്ണുനീർ, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ, തലയെഴുത്ത് മാറ്റാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും. പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഉരുകിത്തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുൻപോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല. പക്ഷേ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി നൽകും. യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങൾ ഉണ്ടാകും. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ഒരു ലോകത്തെയും മാറ്റാൻ കഴിയും. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം.
അവനവനെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. കടലോരത്തെ കരിങ്കല്ലുകളെ പോലെ ആവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. നിങ്ങളോട് വശ്യമായി പുഞ്ചിരിക്കുന്ന സ്ത്രീകളുടെ ലക്ഷ്യം ഏതെങ്കിലും തരത്തിലുള്ള ചതി മാത്രമാണ്. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത്. ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും. ഇന്നിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയുവാനുള്ള വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്തുവാൻ നോക്കുക. അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല. അർഹതയില്ലാത്തവർക്ക് ലൈഫിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു, മികച്ചതായി കാണപ്പെടുന്നു, മാത്രമല്ല ആകർഷമാക്കാനും തുടങ്ങുന്നു. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന തിരിച്ചറിവ് നൽകുന്നത്. ലോകത്തിൽ കലഹം പലവിധമുണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വയം മനസ്സിനോട് കലഹിക്കുന്നതിനോളം ക്ലേശം മറ്റൊന്നിനുമില്ല. രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാവൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുന്നിലും. ഭാവിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്ന് വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം. അതിലൂടെ ഭാവിയെയും. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നും തന്നെ ഇല്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇതിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. സുന്ദരികളായ സ്ത്രീകൾ പതിയെ പതിയെ അഹങ്കാരികളായി മാറുന്നു. മറ്റുള്ളവർ തന്നേക്കാൾ ഒരു പടി താഴെയാണെന്നുള്ള തോന്നലാണ് ഇതിന് കാരണം. ചുറ്റിനും നടന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.